ഞാനിന്ന് എത്തിയിട്ടുള്ളത് കോട്ടയം ജില്ലയിലെ കുറവലങ്ങാടിനടുത്തുള്ള കളത്തൂർ എന്ന ഗ്രാമത്തിലാണ്. ഇവിടെ 107 വയസ്സുള്ള ഒരു അച്ഛനുണ്ട്, കല്ലാലിക്കുന്നേൽ മാധവൻ ചാച്ചൻ. എല്ലാവർക്കും അച്ഛനെ ഇഷ്ടമാണ്. നല്ല അച്ചടക്കമുള്ള ജീവിതം, എല്ലാവരോടും നല്ല ഇടപെടൽ. അതുകൊണ്ട് തന്നെ അച്ഛനെ കാണാൻ 107-ാം വയസ്സിൽ ഈ ഗ്രാമം മുഴുവൻ വരാറുണ്ട്. അത് അവർക്കൊരു സന്തോഷമാണ്. കാരണം അവരുടെ അച്ഛനും മുത്തശ്ശനുമൊക്കെ ഒപ്പം ജീവിച്ചൊരു കാലം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ അവരെയെല്ലാം അച്ഛന് സ്നേഹപൂർവ്വം ഓർക്കാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ അച്ഛനിലൂടെ ആ കഴിഞ്ഞ കാലഘട്ടത്തെ അവർക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നു. അത്തരം നല്ല ചില ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് ആണ് ഞങ്ങൾ ഇന്ന് അച്ഛൻ്റെ അടുത്ത് എത്തിയിട്ടുള്ളത്. അച്ഛൻ്റെ പേര് മാധവൻ കല്ലാലിക്കുന്നേൽ എന്നാണ്. ഇതാണോ സ്ഥിരം സീറ്റ്? ഇവിടെ വേറെ ആരും ഇരിക്കുകയില്ല, മാത്രമേ വേറെ ആരും ഇവിടെ ഇരിക്കുകയില്ല, അച്ഛൻ മാത്രമേ ഇരിക്കുള്ളൂ. ഞാൻ ഇതിലെ പോകുമ്പോൾ കാണാറുണ്ട് എപ്പോഴും ഇവിടെ ഇരിക്കുന്നത്. അവരവിടെ ഇരിക്കും. അപ്പൊ ഇതിലെ പോകുന്നവരൊക്കെ വഴിയെ പോകുന്നവരൊക്കെ തിരിച്ചറിയാൻ പറ്റുമോ? അതിലെ പോകുന്നവരൊക്കെ ഇവിടെ നോക്കിയാൽ തിരിച്ചറിയാൻ പറ്റുമോ ആരാ പോണേന്ന്? ഇതിലെ പോകുമ്പോ വഴിയെ പോകുന്നവരെയൊക്കെ തിരിച്ചറിയാൻ പറ്റുമോ? അറിയാം. അല്ലെങ്കിൽ ശബ്ദം കേൾക്കുമ്പോ അറിയാം. ഇനി ഇച്ചിരി കാഴ്ചക്കുറവുണ്ടെങ്കിൽ ശബ്ദം കേൾക്കുമ്പോ അറിയാം അല്ലേ? കുറവില്ല. കണ്ണിന് ചികിത്സ വല്ലതും എടുത്തിട്ടുണ്ടോ? കണ്ണിന് ചികിത്സ വല്ലതും എടുത്തിട്ടുണ്ടോ? സർജറി വല്ലോ? കണ്ണിന് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും കാണാമല്ലോ, വലിയ ഉപകാരല്ലേ. ഇപ്പൊ എത്ര വയസ്സായി? 106 കഴിഞ്ഞു. എന്നാ ഇന്ന് കഴിച്ചേ? എന്നൊക്കെ കഴിച്ചേ? കാലെല്ലാം നീര് കൊണ്ടേപ്പില്ലേ, 2 കാലും അത് പിന്നെ ജഗോത്തും പോക്കില്ലല്ലോ. സാരമില്ല, ചെറിയ നീരൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. ഇത് ഇരിക്കുന്നതിന്റെ നീരുണ്ടാവുന്നേ. നടക്കുവാണെങ്കിൽ അത് പൊക്കോളും. മറ്റേ ഞാൻ പള്ളിക്ക് പള്ളിക്ക് ഇപ്പൊ പോകാറുണ്ടോ? പള്ളിക്ക് പോയിട്ട് എത്ര നാളായി? ഇപ്പൊ 5-6 മാസമേ ഉള്ളൂ. 5-6 മാസം മുമ്പ് വരെ പള്ളിക്ക് പോകുന്നുണ്ട്. പള്ളിക്ക് പോവായിരുന്നു. പള്ളിക്ക് എന്നാ പോകുന്ന? എന്നാ മേടിക്കാൻ പോകുന്ന? അവര് പഴവും എന്തായാലും മേടിക്കാനായിട്ട് പോവും. അതിനെ ഇപ്പൊ പോകാത്തെ? വഴിയിലോട്ട് കയറി നടക്കുമ്പോഴേ കാലിന്റെ മുട്ടി രണ്ടൊക്കെ വിട്ടു പാടുന്നത് വേദനയാണ്. എന്നിട്ട് ഇവര് പറഞ്ഞു വണ്ടിയൊക്കെ ഉള്ളതുകൊണ്ടാ വിടാത്തെന്ന്. നടക്കാനിക്ക് പോയാണ്. എങ്ങനെയാ പോയെ? അത് ഓട്ടോയ്ക്ക് പോയി. മുടി വെട്ടിക്കാൻ പോയി. അത് അവനും വന്നാലും. എത്രാം ക്ലാസ് വരെ പഠിച്ചു? എത്രാം ക്ലാസ് വരെ പഠിച്ചു അത് അന്നത്തെ കാലത്ത്? അന്നത്തെ കാലത്ത് ഒന്നും പറയാ. എത്രാം ക്ലാസ് വരെ പഠിച്ചു ഓർക്കുന്നുണ്ടോ? എത്രാം ക്ലാസ് വരെ പഠിച്ചു എന്ന് ഓർക്കുന്നുണ്ടോ? ഏത് സ്കൂളിലാ പഠിച്ചേ? ഏത് സ്കൂളിലാ പഠിച്ചേ? പഠിച്ചത് ഏത് സ്കൂളിലാന്ന് ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നില്ല. സാറന്മാരെല്ലാം ഒക്കെ ഓർക്കുന്നുണ്ടോ? സാറന്മാരെയൊക്കെ ഓർക്കുന്നുണ്ടോ? സാറന്മാരെയൊക്കെ പഠിപ്പിച്ച സാറന്മാരെയൊക്കെ ഓർക്കുന്നുണ്ടോ? പഴയ സാറന്മാരും ഇല്ല. അവരുടെ പേരൊക്കെ ഓർക്കുന്നുണ്ടോ? പേര് ഓർക്കുന്നില്ല. എന്നൊക്കെയായിരുന്നു? കൃഷിയൊക്കെ ആയിരുന്നോ പണ്ട് പണി? എന്തൊക്കെയായിരുന്നു ജോലി? ചെറുപ്പം തൊട്ട് എന്തൊക്കെയാ കൃഷിയൊക്കെ ആയിരുന്നു? എന്നൊക്കെ കൃഷി ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. അതെല്ലാം ഈ കൃഷിയോട് ഇന്നിപ്പം ബദല കൃഷിയോട് അത്ര ഇല്ല. ഈ കപ്പൽ ഒക്കെ നമ്മുടെ വേദിക്കാട്ട് ഇഷ്ടം പോലെ ഇന്നും വിട്ട് അല്പം വില കൊടുത്ത് മേടിക്കാൻ നോക്കും. ഉണക്കപ്പ ഉണ്ടോ? കപ്പ ഉണക്കി വെച്ചിട്ടുണ്ടോ? ഉണക്കപ്പ ഇഷ്ടമാണോ? അതിപ്പോ ഇയാളി കുറവാണ്. ഇതിന്റെ അകത്ത് മാത്രം ഉണ്ടായിരുന്നത് കപ്പയിൽ. ഉണക്കപ്പ തിന്നാൻ പല്ലുണ്ടോ? വേവിച്ച് വേവിക്കുമ്പോ തിന്നാം ഉണക്കപ്പ.
പല്ലൂരൊക്കെ പോയില്ലേ? പല്ല് പോയിട്ട് മോണയ്ക്ക് നല്ല മുനയുണ്ടെന്നാ പറഞ്ഞു. മോണയ്ക്ക് നല്ല മൂർച്ച ഉണ്ടെന്നാ അവര് പറയുന്നത്. ഉണക്കപ്പം വേവിച്ച് അത് ഇത് പുളിക്കെല്ലായാലും ഇത്തിരി വേണം. വേണം. അത് ഇയാണ്ട് ചക്കയില്ലല്ലോ, മറ്റേ എന്ത് ചക്കയാണെന്നല്ലോ. ഇയാണ്ട് ഏതാണ്ട് 2-3 ഓരോ സൗകര്യം. കപ്പയ്ക്ക് തന്നെ കറി കൂട്ടുന്നേ? മീൻ വേണം. മീൻ വേണം. ഇറച്ചിയോ? അയിലയും പത്തിട്ട് കൂട്ടിയ. ഇറച്ചിയൊക്കെ വല്ലതും ഇഷ്ടമാണോ? ഇറച്ചി പന്നി മാത്രം. പന്നി മാത്രം? പന്നി ഇഷ്ടമാണോ? പന്നി ഒരു മേടിക്കോ? മാസത്തിൽ ഒരു പ്രാവശ്യം മേടിക്കോ? അവൻ പറ്റില്ല. ആണോ? അത് വെട്ടുന്നവർക്ക് പറഞ്ഞാൽ മതി, അവര് കൊടുത്തു. ആര് കൊടുത്തു വിടും? പടിയുണ്ട്, പടിയുണ്ട്, അവർക്കറിയാം. കാര്യത്തിലൊന്നും ഒരു കുഴപ്പമില്ല. പാക്ക് കച്ചവടമൊക്കെ ഉണ്ടായിരുന്നല്ലേ? പാക്ക് കച്ചവടം. പിന്നെ അയ്യോ എത്ര നാള്. കമുകലൊക്കെ ആരാ കയറി പറിച്ചോണ്ടിരുന്നേ? അത് കേട്ടക്കാരില്ല. തന്നെ കയറുവോ? തന്നെ കമുക കയറുമായിരുന്നോ? പിന്നെ അത് വീട്ട് പറിച്ചിട്ട് വണ്ടിക്ക് ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് കോസല്ലൂര്, പാലൂര് എല്ലാം 60 മക്കളെത്ര പേരാ? അവര് 3 നാളുകളില്ല. ആണോ? അവര് 3 പേരേ ഉള്ളു. ഇവളല്ലേ മൂത്ത്. മക്കളുടെ പേരൊക്കെ പറഞ്ഞേ? തങ്കപ്പൻ, ചന്ദ്രൻ, പിന്നെ രാജപ്പൻ. 3 പേരാണ്. തറവാട്ടിൽ ആരൊക്കെയാ? തറവാട്ടിൽ 2ാമത്തെ. തറവാട്ടിൽ 2ാമത്തെ അവനാണ് താമസിക്കുന്നത്. ഇത് തറവാടല്ല, ഇത് ഇങ്ങോട്ട് സ്ഥലം മേടിച്ചാണോ? ഇത് ഇവിടെ നേരത്തെ ഇത് വനം പിടിച്ച് കിടന്നതല്ല. നേരത്തെ അത് വഴിയൊന്നുമില്ല. ഞങ്ങൾ 30 പേര് 3 മാസം പണിതാണ് കളത്തൂര് മുഴുക്കെ പണിയാക്കുന്നത്. അതിൽ ഈ പള്ളിയിൽ ഒരു അച്ഛനിരുന്നു. ആ അച്ഛനാണ്. അച്ഛന്റെ പേര് ഓർക്കുന്നുണ്ടോ? കൊല്ലത്തെ അച്ഛൻ പോയി. ചാച്ചന്റെ അമ്മയുടെ പേര് കാർത്തികേരി എന്നായിരുന്നു, ഭാര്യയുടെ പേര്. ഇവിടെ ആരൊക്കെയാ താമസിക്കുന്നത്? ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ആണോ? 2ാമത്തെ നാളെ തറവാട്ടില് വസന്തയിൽ താമസിക്കുന്നു. ചന്ദ്രൻ. അവർക്ക് ഒരു വെള്ളമുള്ള കല്യാണം ചെയ്ത് അവിടെ ഇല്ലാതെ. ഇവിടെ തങ്കപ്പച്ചേട്ടന്റെ ഭാര്യയുടെ പേരെങ്ങനെയാ? ചെല്ലമ്മ. ചെല്ലമ്മ. എത്ര മക്കളാ അവർക്ക്? അവർക്ക് എത്ര മക്കളാ? അവർക്ക് മക്കൾ എത്രയാ? അവർക്ക് 3 മക്കൾ. 3 മക്കള്. നമ്മൾ മാധവൻ ചാച്ചൻ്റെ വീട്ടിലാണുള്ളത്. കളത്തൂർ കല്ലാലിക്കുന്നേൽ. മൂത്ത മകൻ തങ്കപ്പൻ ചേട്ടനാണ് ഇരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ചെല്ലമ്മ. 3 മക്കളാണ് ഉള്ളത്. ചാച്ചൻ ഇപ്പം എത്ര വയസ്സായി? 107. ആഹാരശീലമൊക്കെ എങ്ങനെയാ? രാവിലെ 7:30 എന്തെങ്കിലും ചായക്ക് കടിയും ചായയും കൊടുക്കണം. അത് കഴിയുമ്പം 12-12:30 മുമ്പ് കപ്പയും മീനും, കപ്പയോ ചക്കയോ മീനും അങ്ങനെ കൊടുക്കണം. അത് കഴിയുമ്പോൾ 3:30 ആകുമ്പം കൃത്യം എന്തെങ്കിലും ഒന്ന് കടിക്കാനും ചായ. അതപ്പോൾ ഞങ്ങൾ കഴിച്ചോണ്ടിരുന്നത്. അങ്ങനെ കൊടുക്കണം. 7:30-8 മുമ്പ് അത്താഴം. ഉച്ചയ്ക്ക് ഊണില്ല. ഈ കപ്പയും ഇത് കൊടുക്കണം. 10 മണിക്ക് വേണ്ട. 7:30 കഴിച്ച് കഴിഞ്ഞാൽ 10 മണിക്ക് വേണ്ട. പിന്നെ 12:30 കപ്പയോ ചക്കയോ മീൻ കറി. പിന്നെ മാംസം എന്ന് പറഞ്ഞാൽ പന്നിയിറച്ചി മാത്രം കഴിക്കുള്ളൂ. ചെറുപ്പം തൊട്ട് കൃഷിയായിരുന്നോ? ഇഷ്ടപ്പെട്ട കൃഷിയായിരുന്നു. പിന്നെ പാക്കച്ചോടം, പ്രധാനമായിട്ട് പാക്കച്ചോടം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വാളംപുളി കുലുക്കി പിന്നെ പെറുക്കി കൊണ്ടുവന്ന് വെയിലത്തിട്ട് പൊട്ടിച്ച് കൊണ്ട് കൊടുക്കുക. പുളിയൊക്കെ കയറുന്ന ഒരു കുറവാണ്. അതെ.
അത് ഈ തോട്ടിയുണ്ട്, പ്രത്യേക തോട്ടി, ആണായിരുന്നോ? അരുവ തോട്ടി. ആ, ആ. അരുവ വെച്ച് കെട്ടിയിട്ട് അത് ശരി. വലിച്ചു വിടും. അവർക്ക് വലിയ പിന്നെ ഇതാണ്. കുമ്പളങ്ങ പ്രത്യേക കൃഷിയായിരുന്നു അല്ലേ? അത് ആർക്കും തന്നെ കുമ്പള കൃഷി, ഈ ചെറിയ മരത്തെ കയറുന്ന കുമ്പളങ്ങ, അതങ്ങനെ ആർക്കും കണ്ടിട്ടില്ല. ഇവിടെ ചാച്ചൻ അത് കൃഷി ചെയ്യായിരുന്നു അല്ലേ? ഇഷ്ടം പോലെ ഉണ്ടാക്കുമായിരുന്നു. കാരണം അങ്ങനെ കുമ്പളം പ്രത്യേകമായിട്ട് ആരും അങ്ങനെ ചെയ്യാറില്ലല്ലോ. പക്ഷെ ചാച്ചനെ അതങ്ങനെ ചെയ്യുമായിരുന്നു. എല്ലാ മരത്തിലും. ഇപ്പൊ എല്ലാവർക്കും ഉണ്ട്. എന്നാലും കൃഷി, ആ കൃഷിയൊക്കെ അധികം മുടക്കില്ലാത്ത കൃഷികളാണ്. അതൊക്കെ നമുക്ക് സൂക്ഷിച്ചു വെക്കുകയും ചെയ്യാം. പിന്നെ കപ്പ കൃഷി മെയിനായിരുന്നു അല്ലേ? കപ്പയുടെ എക്സ്പേർട്ട് ആയിരുന്നു കപ്പ. കപ്പ, തേന, കപ്പയുടെ എല്ലാ പണികളും അല്ലേ? കപ്പയുടെ ചോട്ടിൽ നിന്ന് മാറിയല്ലേ? എല്ലാ ദിവസവും കപ്പയ്ക്കകത്ത് പോയി പുല്ലുകളും ഒക്കെ പറിച്ച് നല്ല 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 ഒരു പുല്ല് പോലും ഇല്ലാത്ത രീതിക്ക് എല്ലാ കൂട്ടവും കൃഷികളും ഉണ്ടായിരുന്നു. ഇപ്പൊ ഒന്നുമില്ല. പുഴുക്കിഷ്ടം അല്ലേ? അതെന്നൊക്കെ ചേർത്താ പുഴുക്കുണ്ടാക്കുന്നത്. അല്ല, കുഴച്ചു കൊടുക്കുന്ന ഏറ്റവും ഇഷ്ടം ചേമ്പും കണക്ക്, പച്ചക്കപ്പ, കിഴങ്ങ്, കാച്ചില്, ഇതൊക്കെ കൂടെ തന്നെത്താനെ ഞൊറുക്കി പെറുക്കി കഴുകി കൊണ്ട് തരുവായിരുന്നു അന്നൊക്കെ. തന്നെ കൊണ്ടുതരും. തന്നെ അന്ന് എനിക്ക് കാര്യം മേലല്ലോ, 27 കൊല്ലമില്ലേ. ഇപ്പോഴും അത് പുഴുങ്ങണമെങ്കിൽ നമുക്കൊന്ന് ഇച്ചിരി കാച്ചിലും ചെയ്യുമ്പോൾ കൂടെ പുഴുങ്ങിയാലോ? ഞമ്മക്ക് കുഴപ്പമില്ല. രാത്രി അതെടുത്ത് നമ്മൾ പറിച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്ത് രാത്രി തന്നെ അത് ചെത്തി ഞുറുക്കി കപ്പയും ചേമ്പും കിഴങ്ങും കൂടെ ഞുറുക്കി നമുക്ക് കഴുകി വാരിക്കൊണ്ട് തരും. ബാക്കി ഞാൻ ചെയ്യും. കഴുകി വാരി തന്നു കഴിഞ്ഞാൽ ഞാൻ അത് ചിലപ്പോൾ വെച്ച് മുളകൊക്കെ അരച്ചിട്ട് ഇച്ചിരി അയച്ച് ഏറ്റവും വലിയ ഇഷ്ടമാണ് അത്. പണ്ടൊക്കെ നമ്മള് പന കൊണ്ട് അല്ലേ? പന കുറുക്കി പനം കുറുക്കെ അതുകൊണ്ടും പിടി ഉണ്ടാക്കിയത്. ഈ പനയുടെ ഇതുകൊണ്ടും പിടി ഉണ്ടാക്കിയത്. അതും ചെമ്മീനൊക്കെ പച്ച ചെമ്മീനൊക്കെ കൂട്ടി കഴിക്കും. വീട്ടിൽ വെളിച്ചാച്ചനൊക്കെ അതൊക്കെ കഴിക്കുമായിരുന്നു. പനവെട്ടുകാരാണ്. പിന്നെ അതുപോലെ തന്നെ പെരകെട്ടൊക്കെ എക്സ്പേർട്ട് ആണോ? പന കയറി അന്ന് പിന്നെ ഓല വെട്ടാൻ കയറി പാമ്പ് പുറത്ത് വീണ് എന്നിട്ടാണെങ്കിൽ ആദ്യമൊക്കെ അവിടെ ഇരുന്നു. എന്നിട്ട് ഓല വെട്ടി കഴിഞ്ഞ് സാവധാനം പാമ്പിനെ വാക്കത്തേക്ക് തോണ്ടിക്കിടന്നു. ഈ പന കയറുമ്പോൾ പ്രതീക്ഷിക്കാം. പനയില് പനറാവലുണ്ടല്ലോ, പനറാവലുണ്ട്. അതിന് വിഷമുണ്ടല്ലോ അവന്. ഈ പണ്ടൊക്കെ പെര കെട്ടുന്നത് പനവല ഉണ്ടല്ലേ? അപ്പൊ പെര കെട്ടാനൊക്കെ പന കയറുമായിരുന്നോ? പന കയറി ഓല വിട്ടും. തറവാട്ടിലെ കരോട്ട് പെര മേയാനറിയാവോ? കെട്ടാനറിയാവോ? പെര കെട്ടാനറിയാവോ? പെര കെട്ടാനറിയാവോ? ഓല കെട്ടാൻ അറിയാം. ഓല വെട്ടി കൊടുക്കണ അത് എലില്ല വല്ലായി ഇല്ല കൂടല്ലൂര് എലില്ല ഓല വെട്ടിക്കൊണ്ട് ഈ ബാറ്ററിയുടെ പെര ഇതെല്ലാം കിട്ടണം. മീൻ പിടിക്കാനൊക്കെ പോവായിരുന്നോ? മീൻ പിടിക്കാൻ വിഷയം പോവാണ്ട് എവിടെയൊക്കെ പോവായിരുന്നു? ഒളിച്ചോണ്ട് പോവാണ്ട്. ഇപ്പൊ അതൊക്കെ പോക്ക്. വള്ളമൊക്കെ എടുത്ത് പോവായിരുന്നോ? വള്ളമൊക്കെ എടുത്ത് പോവായിരുന്നോ? പിന്നെ വലയുണ്ടായിരുന്നു. വലയുണ്ടായിരുന്നു. വള്ളത്തെ പോവോ? ബാല്യൊരു പിന്നെ ഞങ്ങളങ്ങനെ കടലിലേക്ക് ഇറക്കുകയും ചെയ്യുമായിരുന്നു. വെള്ളത്തോട് നല്ല പരിചയമുണ്ട്. വിറ്റടിക്കുവോ? വിറ്റൊക്കെ അടിക്കുവോ? അല്ലാതെ ഇപ്പൊ ഒരുപാടുണ്ടാക്കി ഇപ്പോൾ കരികല വീടെ കൊട്ടി പ്രായം പറ്റി കരികല വീട് വിറ്റപ്പോഴൊക്കെ കാല് കുത്താൻ പോയാലാണ്. അതെല്ലാം ഞാൻ ചക്കപ്പുഴക്കൊക്കെ ഇഷ്ടമാണോ? ചക്കപ്പഴവും ഇഷ്ടമാണോ? ചക്കപ്പുഴുക്കൊക്കെ ഇഷ്ടമാണോ? ചക്ക പഴത്തിനോട് വലിയ ചക്കപ്പുഴുക്ക് ഇഷ്ടമാണ്. ഏണ്ടി ചക്കയുണ്ടോ? പ്ലാവേലില്ല. പ്ലാവേലില്ല, ചക്കയില്ല. ഏണ്ടി കൊടി ഒഴുക്ക പോയാ ഉണക്കിൽ ഈ സൈഡ് ഉണക്ക അറ്റം വരെ ഉള്ള കൊടി ഒറ്റ എണ്ണം കൂടാവും. കുരുമുളക് ഉണ്ടായിരുന്നു ഈ വർഷം? ഒരുപാട് കുറച്ചുണ്ട്. നിലത്ത് നിന്നൊക്കെ പറിക്കാൻ കൂടുവോ അവരുടെ കൂട്ടത്തില്? കുരുമുളക് നിലത്ത് നിന്ന് പറിക്കാൻ കൂടുവോ അവരുടെ കൂട്ടത്തില്? കുരുമുളക് പറിക്കുവോ? കയറ്റക്കാരൻ മുളകൊക്കെ തന്നെ പറിക്കും, ചോട്ട് നിന്നോട്ട് പറിക്കും. പൊഴിഞ്ഞ് വീഴുന്നൊക്കെ പിറക്കും. വെച്ചത്ത് വീഴുന്നു
ഉണങ്ങി നല്ല ഭംഗിയായിട്ട് നീ ഒന്ന് പേച്ചിട്ട് എല്ലാം കൂടെ ഒന്നിച്ച് വെച്ചിട്ട് കൊണ്ട് മുറുക്കൊക്കെ ചെയ്യോ? മുറുക്കുമായിരുന്നോ? മുറുക്കുമായിരുന്നു. നിർത്തി, നിർത്തി. ബീഡി ഭയങ്കര വലിയാണ്. അത് നിർത്തിയിട്ട് കൊല്ലാത്തയാണ്. ചികിത്സയൊക്കെ ഉണ്ടെന്ന് കേട്ട്. ചികിത്സയൊക്കെ ഉണ്ടെന്ന് കേട്ടു. അവളെ ചികിത്സകളൊക്കെ ഉണ്ട്. 10-70 വർഷമായിട്ട് എല്ലാവർക്കും അവിടുന്ന് വന്നാൽ മതി. കിടക്കണ ആൾക്കാർ തരുവോ ചികിത്സ? ആൾക്കാർ ചികിത്സയ്ക്ക് വല്ലതൊക്കെ പൈസ തരുവോ? ഫീസ് തരുവോ? ഫീസൊക്കെ തരും. ആശ്വാസമൊക്കെ ഉണ്ട് എല്ലാവർക്കും അല്ലേ? ആശ്വാസം കിട്ടുന്നുണ്ട്. ഇടുക്കി ഒരുപാട് എല്ലാ കിടക്കുന്ന ആൾക്കാരോട് വരുന്നുണ്ട്. ഒന്ന് വന്നാൽ മതി. മരുന്നുണ്ടാക്കി 3-ാം പക്കം കണ്ട് റെഡിയായി വിളിക്കും. മക്കൾക്ക് വല്ലതും ചികിത്സ ഉള്ളവരുണ്ടോ? മക്കൾക്ക് ചികിത്സ അറിയാവോ? മക്കളെ പഠിപ്പിച്ചിട്ടുണ്ട്. പണ്ട് ഈ ആറാട്ടിനൊക്കെ കൊണ്ടുപോയില്ലായിരുന്നു കിഴങ്ങും കാച്ചിലൊക്കെ വിൽക്കാൻ? അന്നൊക്കെ കൊണ്ടുപോയിട്ടുണ്ടോ? എങ്ങനെയാ ചുവന്നോണ്ട് പോവോ? വളവണ്ടി കൊണ്ടുപോവോ? തലേ ചുവന്നോണ്ട് പോവാതെ കളവണ്ടിക്ക് കൊണ്ടുപോകും? എങ്ങനെയാ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്? ഇവിടുന്ന് ഏറ്റുമാനൊക്കെ തലേ ചുവന്നോണ്ട് പോകും. വണ്ടിയില്ലല്ലോ. പാലൊക്കെ കുടിക്കോ? പാലും പാൽച്ചായ കുടിക്കോ? അതോ കട്ടനാണോ? പാല് കുടിക്കോ? നമുക്ക് പശയിലെ കറക്കാറുണ്ടെങ്കിൽ ആ പാല് കുടിക്കും. അല്ലെങ്കിൽ കുടിക്കത്തില്ല. മേടിക്കുന്ന പാല് കുടിക്കുക. പാലായിട്ട് കുടിക്കുവോ അതോ ചായ ആയിട്ടാണോ കുടിക്കുന്നത്? കഞ്ചായ മാത്രം. കടിഞ്ചായ കുടിക്കുള്ളൂ. ഷുഗർ പ്രഷറൊക്കെ ഉണ്ടോ? ഷുഗറൊക്കെ ഉണ്ടോ? അതൊന്നുമില്ലേ? ഷുഗറോ പ്രഷറോ വല്ലതും ഉണ്ടോ? ഒരു കുഴപ്പമില്ല. കളത്തൂർ എന്ന് പറയുന്ന ഒരു കുന്നിൻ ഗ്രാമമാണ്. ഈ കുന്നിൽ മറ്റ് ദേവാലയങ്ങളൊന്നുമില്ല. ഏക ദേവാലയം കളത്തൂർ സെൻറ്റ് മേരീസ് ചർച്ചാണ്. പിന്നെയുള്ള ദേവാലയങ്ങൾ എന്ന് പറയുന്നത് ഈ കുന്നിൻ്റെ ചെരുവിൽ സമതലങ്ങളിലാണ്. അരുവിക്കൽ മഹാദേവ ക്ഷേത്രം, ചാലപ്പള്ളി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, കാളികാവ് ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. വലിയ പഠിപ്പ് വന്നിട്ടോ ഇല്ല. അക്ഷരങ്ങൾ ജസ്റ്റ് വായിക്കും എന്ന് മാത്രം. അന്നത്തെ കാലഘട്ടമല്ലേ? എല്ലാ വീട്ടിലെ പണികൾ അല്ലാതെ പഠിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല. വീട്ടിലെ ബുദ്ധിമുട്ടുകൾ കാരണന്മാരോട് കൂടുമല്ലേ, ഓരോ പണിക്ക് കൂടുമല്ലേ. എന്നാലും പഠിച്ചവരെക്കാളും നന്നായിട്ടല്ലേ ഇപ്പൊ ജീവിക്കുന്നത് അല്ലേ? ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കണ്ടില്ലേ പിള്ളേരൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന പിള്ളേർ കാണിച്ചു കൂട്ടുന്ന കാണാൻ പറ്റും. അപ്പൊ ഇത്രയും കാലമായിട്ട് അങ്ങനെ ഒരു സന്തോഷമായിട്ട് ജീവിക്കുമ്പോൾ ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ മക്കളെ കൊണ്ടും കുഴപ്പമില്ല. മക്കൾക്ക് സഹായമാകുന്നു. അങ്ങനത്തെ ഒരു പേരുദോഷം കേട്ടിട്ടുണ്ട്. അതെ അതെ അതെ. അപ്പൊ ഈ ഇപ്പോഴേ മറ്റേ പ്രായമായ ആളുകളൊക്കെ വീട്ടിലെന്തെങ്കിലും സഹായിക്കുമ്പോ നല്ല ചില മക്കളൊക്കെ പറയുക ഇനിയിപ്പോ കിട്ടുന്ന ബോണസാണ്. ഇപ്പൊ അവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബോണസാണ്. അല്ലെ, മിറ്റടിക്കുന്നുണ്ടെ അതൊരു ബോണസാണ് എന്ന് പലരും പറയും. പള്ളിയിൽ നിന്ന് അവര് 100 വയസ്സ് തെളിഞ്ഞപ്പോ ആദരിച്ചില്ലേ? പള്ളി കൊണ്ടുപോയി അവര്. അവിടെ എല്ലാ പരിപാടി ഉണ്ടെങ്കിലും ചെന്ന് പരിപാടി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പോരാതായിട്ട് ഒരു പാത്രത്തിൽ അവര് നേരത്തെ കോരിയിട്ട് തന്നു. ഇത് എല്ലാം ഇവിടെ ഓട്ടോയെ കൊണ്ടുണ്ടാവും. ഓശാന ഒരു പകുതി ഇവിടെ ഉണ്ട്. അമ്പലത്തിലൊക്കെ പോകാറുണ്ടോ? ഇപ്പം ഭവനത്തിൽ ഒത്തിരിയാണ്. ഏതൊക്കെ അമ്പലത്തിലാ പോയിക്കൊണ്ടിരുന്നേ? എഴുതാൻ പോകാറുണ്ട്. ഇവിടെ കളിയായി പോവും. കുമാരനല്ലൂര് പോവായിരുന്നോ? കുമാരനല്ലൂര് നമ്മുടെ മൂലയൻ വേണം. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുവോ? എപ്പോഴും നമ്മുടെ പ്രാർത്ഥനയുണ്ട്.
രാമ 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 നാരായണായ 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 നമോ നാരായണായ